മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആ ഒന്നാമതായിട്ട് ഖുർആൻ പരിചയപ്പെടുത്തി. എന്തായിരുന്നു അയ്യൂബ് നബി അലൈഹിസ്സലാം? അയ്യൂബ് നബി അലൈഹിസ്സലാമിന് ധാരാളം മക്കൾ ഉണ്ടായിരുന്നു. നല്ല സുമുഖന്മാരായ മക്കൾ, നല്ല ആരോഗ്യമുള്ള മക്കൾ. ആ മക്കളെ അല്ലാഹു തആല പരീക്ഷിച്ചു. ആ മക്കളെ എല്ലാം അല്ലാഹു തആല മരിപ്പിച്ചു. എല്ലാ മക്കളും മരണപ്പെട്ടു. നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്റെ പ്രിയപ്പെട്ട മക്കൾ മരണപ്പെടുന്ന രംഗങ്ങൾ. അതുപോലെ അദ്ദേഹത്തിന് ഒരുപാട് കന്നുകാലികൾ ഉണ്ടായിരുന്നു. കന്നുകാലി എന്നല്ലേ പറയുന്ന മൂരി എന്താണ് മൂരി? ഇതൊക്കെ പറഞ്ഞ ഇപ്പൊ ഇവിടെ ഒന്നും അങ്ങനെ പറയാൻ പറ്റൂല മൂരി എന്നൊക്കെ. അതൊക്കെ വേറെ അർത്ഥങ്ങളാ കൊടുക്കുക. അപ്പൊ ഏതായാലും നാൽക്കാലികൾ ഈ നാൽക്കാലികളെ ഒക്കെ അല്ലാഹു തആല ധാരാളം കൊടുത്തു. ഇഷ്ടംപോലെ സമ്പത്ത്, ഇഷ്ടംപോലെ സ്വത്ത്. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ആ സ്വത്ത് മുഴുവനും അല്ലാഹു തിരിച്ചെടുത്തു. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം. ധാരാളം സമ്പത്തുണ്ടായിരുന്ന അയ്യൂബ് നബിയുടെ സമ്പത്ത് മുഴുവനും അല്ലാഹു തിരിച്ചെടുത്തു. ധാരാളം സുമുഖന്മാരും ആരോഗ്യമുള്ള മക്കളുണ്ടായിരുന്ന അയ്യൂബ് നബിയുടെ മക്കളെയും അല്ലാഹു മരിപ്പിച്ചു, തിരിച്ചെടുത്തു. അവസാനം നല്ല സുമുഖനും ആരോഗ്യവാനുമായിരുന്ന അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ശരീരത്തിൽ രോഗം പിടിപെട്ടു. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ശരീരത്തിൽ രോഗം പിടിപെടുമ്പോഴും മക്കൾ മരിച്ചപ്പോഴും സാമ്പത്തികമായി തകർച്ചയുണ്ടായപ്പോഴും ഒരു സെക്കൻഡ് പോലും അയ്യൂബ് നബി അലൈഹിസ്സലാം അല്ലാഹുവേ എനിക്ക് നീ എന്തിനാണ് ഇങ്ങനെ ഒരു പ്രയാസം തന്നത്? എന്തിനാണ് എന്റെ മക്കളെ തിരിച്ചെടുത്തത്? എന്തിനാണ് എന്റെ സമ്പത്ത് തിരിച്ചെടുത്തത്? എന്തിനാണ് എനിക്ക് രോഗം തന്നത് എന്ന് അയ്യൂബ് നബി ചോദിച്ചിട്ടില്ല ഒരിക്കൽ പോലും. കാരണം ആ സമയം അത്രയും അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ഹൃദയവും നാവും ദിക്റിലായിരുന്നു. അല്ലാഹുവിനെ പറ്റിയുള്ള ദിക്റിലായിരുന്നു. അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മയിലായിരുന്നു. അവന്റെ സ്മരണയിലായിരുന്നു. മാത്രമല്ല നാവ് കൊണ്ട് ഏത് സമയത്തും അയ്യൂബ് നബി അലൈഹിസ്സലാം ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ദിക്റിന്റെ ലഹരിയിൽ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ സർവാധിനാഥനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ ഓർത്ത് അവനെ പ്രണയിച്ച്, അവനെ സ്നേഹിച്ച്, അവനോട് ഇഷ്ക് വെച്ച്, ഹുബ്ബ് വെച്ച് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം എല്ലാ ദുഃഖങ്ങളും മറന്നു. മക്കൾ മരിച്ചത് മറന്നു. സാമ്പത്തിക തകർച്ച മറന്നു. ശരീരത്തിൽ വന്ന രോഗം മറന്നു. അവസാനം അദ്ദേഹത്തിന് പിടിപെട്ട രോഗം തന്റെ നാവിൽ കൂടി ബാധിക്കാൻ തുടങ്ങി. ആ സമയത്ത് അയ്യൂബ് നബി അലൈഹിസ്സലാം ഇനി എനിക്ക് ദിക്ർ ചൊല്ലാൻ, ഇനി എനിക്ക് അല്ലാഹുവേ നിന്നെപ്പറ്റി വാഴ്ത്താൻ, നിന്നെപ്പറ്റി പുകഴ്ത്താൻ, നിന്നെപ്പറ്റി മദ്ഹ് പറയാൻ എനിക്ക് നാവിന് ശക്തിയില്ലല്ലോ, അതുകൊണ്ട് ഇനി എനിക്ക് അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് അയ്യൂബ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തു. അതുവരെയും അയ്യൂബ് നബി ദുആ ചെയ്തില്ല. അതുവരെയും അയ്യൂബ് നബി ഒരു പ്രതിസന്ധിയുടെ പേരിലും അയ്യൂബ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തില്ല. അവസാനം നാവിൽ തന്റെ രോഗം പിടിപെട്ടപ്പോൾ അയ്യൂബ് നബി അലൈഹിസ്സലാം ഇരു കരങ്ങൾ ആകാശത്തിലേക്ക് ഉയർത്തിയിട്ട് സർവശക്തനായ, സർവാധിപതിയായ, സർവഗുണസമ്പൂർണനായ, സർവജ്ഞനായ, സർവലോക സൃഷ്ടി സ്ഥിതി സംഹാരകർത്താവായ, സർവസ്തുതികളും അർഹിക്കുന്ന അല്ലാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് അല്ലാഹുവിന്റെ മുന്നിലേക്ക് അയ്യൂബ് നബി അലൈഹിസ്സലാം കൈ ഉയർത്തിയിട്ട് ദുആ ചെയ്തു. അത് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അംബിയാ തന്നെ പറയുകയാണ്, വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനിയൽ ളുർ വഅന്ത അർഹമുർ റാഹിമീൻ. അയ്യൂബ് നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ 4 സ്ഥലത്ത് അയ്യൂബ് 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 എന്നല്ല പറഞ്ഞിട്ടുണ്ട്. അയ്യൂബ് നബി അലൈഹിസ്സലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നിലേക്ക് കരങ്ങൾ ഉയർത്തിയത് എപ്പോഴാണ്? എന്നെ കേൾക്കുന്ന നീലേശ്വരത്തുകാരാ, കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം എന്ന പ്രദേശത്തെ ഈ കരുവാച്ചേരി എന്ന ഈ പ്രദേശത്തിന് കേൾക്കാൻ വേണ്ടി തടിച്ചുകൂടിയ സഹോദരങ്ങളോട്, സഹോദരിമാരോട് പറയുന്നു, പടച്ചവനോട് കരം നീട്ടിയിട്ട് എന്റെ പ്രതിസന്ധി മാറ്റണമെന്ന് പറഞ്ഞത്. പൊന്നുമക്കൾ മരിച്ചപ്പോഴല്ല, സമ്പത്ത് മുഴുവനും നശിച്ചപ്പോഴല്ല, അല്ലാഹു തന്റെ ശരീരത്തിൽ രോഗം കൊടുത്തപ്പോഴല്ല, പിന്നെ എപ്പോഴും അറിയോ? അവസാനം തന്റെ നാവിന് കൂടി അശക്തത ബാധിക്കുമെന്ന് കണ്ടപ്പോൾ ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല തമ്പുരാനെ, ഇനി ഒരു സെക്കൻഡ് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല തമ്പുരാനെ. ഇതുവരെയും ദിക്ർ ചൊല്ലാൻ എനിക്ക് നാവുണ്ടായിരുന്നു, ആ നാവിന്റെ ശക്തി കൂടി അങ്ങ് ക്ഷയിച്ചു പോയാ അല്ലാഹുവേ, പിന്നെ ഈ അയ്യൂബ് ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി
മസ്സനിയൽ വഅന്ത അർഹമുർ റഹീമീൻ. അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ ഓർക്കു നബിയെ. അല്ലാഹ് പറയുകയാ, ഓ മുസ്തഫായ നബിയെ, ഓ മുത്തു നബിയെ, മുഹമ്മദ് നബിയെ, അയ്യൂബ് നബിയെ പറ്റി ഒന്ന് ഓർക്കുന്നത് നല്ലതാണ് നബിയെ. ലോകത്തുള്ള വിശ്വാസ സമൂഹത്തോടുള്ള സംബോധനയാ. സഹോദരങ്ങളെ, നിങ്ങൾ അയ്യൂബ് നബിയെ പറ്റി ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. ഇപ്പോഴാ അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ നിങ്ങൾ ഓർക്കേണ്ട കാരണം എന്താണ്? ഇതിനാദാ റബ്ബഹു, അദ്ദേഹം പടച്ചവനെ വിളിച്ചു ദുആ ചെയ്തു. എന്താ വിളിച്ചു ദുആ ചെയ്തത്? അന്നീ മസ്സനിയൽ ളുറു, പടച്ചവനെ എനിക്ക് വല്ലാത്ത ഇടങ്ങേറ് വന്നിരിക്കുകയാ, വല്ലാത്ത പ്രയാസം ഞാൻ നേരിടുകയാ, പ്രതിസന്ധിയിലാണ് പടച്ചവനെ ഞാനുള്ളത് എന്ന് മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തിട്ട് അവിടെ നിന്ന് വിളിച്ചു പറയുകയാണ്, വഅന്ത അർഹമുർ റഹീമീൻ. അല്ലാഹുവേ, പടച്ചവനെ നീ കരുണയുള്ളവനാ, നീ കാരുണ്യമുള്ളവനാ എന്ന് അല്ലാഹുവിനോട് അയ്യൂബ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തു. ഒന്ന് അപ്പൊ എന്തായിരുന്നു പ്രശ്നം? അയ്യൂബ് നബി അലൈഹിസ്സലാം അഭിമുഖീകരിച്ച രോഗം, കഠിനമായ സാമ്പത്തിക പ്രതിസന്ധി, കഠിനമായ കുടുംബക്കാർ മരണപ്പെട്ടു പോയതിന്റെ വ്യാകുലത, ഇതൊക്കെ അയ്യൂബ് നബി അലൈഹിസ്സലാം ക്ഷമിച്ചെങ്കിലും അള്ളാഹുവിന്റെ മുന്നിൽ ദുആ ചെയ്തത് തനിക്ക് ദിക്ർ ചൊല്ലാൻ കഴിയാതെ വന്നപ്പോൾ അയ്യൂബ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ദുആർന്നു, പടച്ചവനെ നീ ഇത് മാറ്റിത്തരണേ അല്ലാഹ്. എന്താ അല്ലാഹ് പറഞ്ഞത്? ഈ സൂറത്തിൽ തന്നെ അടുത്ത ആയത്തിൽ അല്ലാഹ് പറഞ്ഞത് എന്താണ്? ഫസ്തജ്ബ്നാ ലഹു വകശഫനാ മാ ബിഹി മിൻ ളുർ. അല്ലാഹ് പറയുകയാണ്, ഫസ്തജ്ബ്നാ ലഹു, ആ അയ്യൂബ് നബിക്ക് നാം ഉത്തരം കൊടുത്തു. ഫകശഫനാ മാ ബിഹി മിൻ ളുർ, ആ അയ്യൂബ് നബി അഭിമുഖീകരിച്ചു കൊണ്ടിരുന്ന പ്രതിസന്ധി നാം മാറ്റിക്കൊടുത്തു. സഹോദരങ്ങളെ, അവിടെ അല്ലാഹു പറഞ്ഞത് ദുആക്ക് ഉത്തരം കൊടുത്തുവെന്ന, അഭിമുഖീകരിച്ചു ിരിക്കുന്ന പ്രശ്നങ്ങൾക്കല്ല പരിഹാരം കണ്ടു എന്ന, ഉപേക്ഷിച്ചു പോയ ഭാര്യ തിരിച്ചു വന്നു, അല്ലാഹു സന്താനങ്ങളെ തിരിച്ചു കൊടുത്തു, അതിലധികവും കൊടുത്തു. ആരോഗ്യവാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല അതുപോലെ ആരോഗ്യം തിരിച്ചു കൊടുത്തു. എല്ലാ സമ്പത്തും അയ്യൂബ് നബിയുടെ കാൽ ചുവട്ടിൽ തിരികെ എത്തുകയാ. പൊന്നുമക്കൾ അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ വീട്ടിന്റെ മുറ്റത്ത് ഓടിക്കളിക്കുകയാ. ഭാര്യ തിരികെ വരികയാ. എല്ലാ അനുഗ്രഹങ്ങളും അയ്യൂബ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു മടക്കി കൊടുത്തു. അയ്യൂബ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തിട്ട് പറഞ്ഞത്, വഅന്ത അർഹമുർ റഹീമീൻ, അല്ലാഹുവേ നീ കാരുണ്യവാനാണ് എന്ന ഒരു വാക്ക് പറഞ്ഞപ്പോൾ അല്ലാഹു എല്ലാം മടക്കി കൊടുത്തു. അല്ലാഹു എല്ലാം മടക്കി കൊടുത്തു. ഒരു നിമിഷം നിങ്ങൾ ചിന്തിക്കണം, ഇവിടെ അയ്യൂബ് നബി അലൈഹിസ്സലാം ദുആ ചെയ്യാൻ രീതി പഠിപ്പിച്ചു തരാണ് നമുക്ക്. നബി തങ്ങൾക്ക് അല്ലാഹു ഇത് ഹിക്കായത്ത് ചെയ്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾക്കും അവിടുത്തെ അനുയായികൾക്കും എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ചു തരാൻ. എങ്ങനെ ദുആ വെക്കണം? ഒന്ന് ഉത്തരം പറഞ്ഞ എന്താ? ഫസ്തജബ്നാ ലഹു, നാം അവർക്ക് ഉത്തരം കൊടുത്തു. വകശഫനാ മാ ബിഹി മിൻ ളുർ, അയ്യൂബ് നബി അഭിമുഖീകരിച്ച എന്തൊക്കെ പ്രശ്നമുണ്ടോ അതൊക്കെ മാറ്റി കൊടുത്തു. കാരണം എന്താണ്? അയ്യൂബ് നബി അലൈഹിസ്സലാം ദുആ എന്നപ്പോൾ ഒരു വാക്ക് പറഞ്ഞു. എന്ത് വാക്കാ പറഞ്ഞത്? വഅന്ത അർഹമുർ റഹീമീൻ. ദുആ രക്കുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം അതാണ്. എന്താണെന്നറിയോ? പടച്ചവനെ പരമാവധി അങ്ങ് പുകഴ്ത്തുക. ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നില്ലേ? ആദ്യം നമ്മൾ ഏത് ദുആ നമ്മൾ ചെയ്യുമ്പോഴും ആദ്യം എന്തു വേണം? അള്ളാഹുവിനെ പരമാവധി പുകഴ്ത്തണം. അതാണ് ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത്. മറ്റു രണ്ട് പ്രവാചകന്മാരുടെ കാര്യം തൽക്കാലം അവിടെ ഇരിക്കട്ടെ, ഞാൻ ഇത് പറഞ്ഞിട്ട് അവരിലേക്ക് വരാം. പരമാവധി പടച്ചവനെ പുകഴ്ത്തുക. ദുആ സ്വീകരിക്കപ്പെടുന്നതിന്റെ ഒന്നാമത്തെ കാരണം അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ദുആ അല്ലാഹു സ്വീകരിച്ചത് അള്ളാഹുവിനെ അദ്ദേഹം പുകഴ്ത്തി. എപ്പോ? മക്കള് മൊത്തം മരിച്ചു, സമ്പത്ത് മുഴുവനും പോയി, ശരീരത്തിൽ രോഗം കാർന്നു തിന്നുന്നു. അപ്പൊ നമ്മളാണെങ്കിൽ എന്ത് പറയും? നിനക്ക് എന്നെ മാത്രമേ കിട്ടിയുള്ളൂ പടച്ചോനെ, എന്തൊരു പരീക്ഷണമാണ് നീ തന്നത്, എന്റെ മക്കളെ മൊത്തം നീ തിരിച്ചെടുത്ത്. എന്നാ പോട്ടെ, സമ്പത്തെങ്കിലും തന്നൂടായിരുന്നോ? അതും നീ തിരിച്ചെടുത്ത്. പോട്ടെ, ഞാൻ അധ്വാനിച്ച് ജീവിച്ചോളാം, ആരോഗ്യമെങ്കിലും തരണ്ടേ, അതും നീ തിരിച്ചെടുത്തു എന്നൊക്കെയല്ലേ നമ്മൾ പറയാ. ആ അയ്യൂബ് നബി ഒന്നും മിണ്ടിയില്ല. അയ്യൂബ് നബി പറഞ്ഞത്, വഅന്ത അർഹമുർ റഹീമീൻ, നീ കരുണയുള്ളവനാണ്, കാരുണ്യവാനാണ്
റഹീമാണ്, കരുണാമയനാണ്, നീ അർഹമുർ റഹീമീനാണ്. സാധാരണ റഹ്മത്ത് ചൊരിയുന്നവനെന്നല്ല അയ്യൂബ് നബി പറഞ്ഞത്, അർഹമാണ്, ഏറ്റവും വലിയ കരുണ ചൊരിയുന്നവനാണ്. ഏറ്റവും ഇസ്മു തഫ്ളീൽ കൊണ്ടാ പറഞ്ഞത്, ഏറ്റവും അങ്ങേയറ്റം കരുണ ചൊരിയുന്നവനാണ് നീ എന്റെ പടച്ചവനെ എന്ന്. ഇത്രയും പ്രതിസന്ധി ഉണ്ടായപ്പോഴും അയ്യൂബ് നബി പറഞ്ഞത് പടച്ചവനെ പുകഴ്ത്തിക്കൊണ്ടാ. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോ, എന്തിനാ പടച്ചവനെ നീ എന്നെ എങ്ങനെ എന്നോട് കാണിക്കുന്നത്, എന്തിനാ റബ്ബെ നീ എന്നോട് മാത്രം ഇങ്ങനെ കാണിക്കുന്നത്, ഇങ്ങനെയൊന്നും ചോദിക്കരുത്. അല്ലാ നീ ഒക്കെ തന്നു, എനിക്ക് വിഷമങ്ങളൊക്കെ തന്നു, പ്രയാസമൊക്കെ തന്നു, പക്ഷേ ഞാൻ നിന്നെ വിടൂല. നീ കരുണയുള്ളവനാണ്, നീ സ്നേഹമുള്ളവനാണ്, നീ സ്നേഹസമ്പന്നനാണ് എന്ന് പറഞ്ഞ് അല്ലാഹ് അങ്ങോട്ട് പുകഴ്ത്തണം. ഏറ്റവും നല്ല പ്രാർത്ഥന ഏതാണ്? ദിവസവും 17 പ്രാവശ്യം നിർബന്ധമായി നമ്മൾ ചോദിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഏതാണ്? പറയ്. നിങ്ങൾ ഇങ്ങനെ മിണ്ടായിരിക്കുന്ന ഈ ഒമിക്രോ ഞാൻ കൊണ്ടുവന്നാണെന്നല്ല തോന്നുള്ളൂ. നിങ്ങൾ മിണ്ടി പ്രതികരിക്കേ. 17 വട്ടം നിർബന്ധമായി നമ്മൾ ചൊല്ലുന്ന ഒരു പ്രാർത്ഥന ഏതാ? ഫാത്തിഹ പ്രാർത്ഥനയല്ലേ? പ്രാർത്ഥന എവിടാ വരുന്നത്? ഏറ്റവും അവസാനം. ആദ്യം പറയുന്നത് എന്താ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഫാത്തിഹ അല്ല ഖുർആനും അല്ലെങ്കിൽ പോലും ഖുർആൻ ഓതുമ്പോ അഊദു ഓതണം എന്നുള്ളത് ഖുർആന്റെ സന്ദേശം. ഫഇദാ ഖറഅതൽ ഖുർആന ഫസ്തഈദ് ബില്ലാഹ്. പക്ഷെ അഊദു എന്ന് തുടങ്ങുന്ന ആ വരി ഖുർആൻ അല്ല. അപ്പൊ അഊദു ഓതി നമ്മൾ ശൈത്താനെയൊക്കെ കളഞ്ഞിട്ട് പറയുന്നു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനും റഹീമുമായ അല്ലാഹുവേ, നിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവ്വലോകത്തിന്റെയും സ്തുതി നിനക്കാണ്. ആലമുൽ അർവാഹ്, ആലമുൽ അർഹാം, ആലമുൽ അജ്സാം, ആലമുൽ ബർസഖ്, ആലമുൽ ആഖിറ. ഇത് ഈ ലോകത്തൊക്കെ നീയാണ് സർവ്വസ്തുതിക്ക് അർഹൻ, നിനക്കാണ് സർവ്വസ്തുതികളും എന്ന് പറഞ്ഞ് പടച്ചവനെ പരമാവധി ഇങ്ങനെ പുകഴ്ത്തുന്നു. വീണ്ടും പറയുന്നു അർ-റഹ്മാനിർ റഹീം. അല്ലാഹുവേ, നീയാണ് റഹ്മാനും റഹീമും. പണ്ട് കാലങ്ങളിൽ നമ്മൾ അർത്ഥം വെക്കുന്നത് എന്താ? കരുണാനിധിയും കാരുണ്യവാനും. ഈ കരുണാനിധിയും കാരുണ്യവാനും എന്നുള്ളത് എല്ലാവരും വെക്കുന്ന അർത്ഥമാണ്. അത് അത്രേ ഉള്ളൂ എന്നാ കരുതുന്നത്. ഈ ആദ്യമായിട്ട് ഇസ്ലാമിനെ പഠിക്കുന്നവർ ചിന്തിക്കും ഇത് തമിഴ്നാട്ടിലെ മുൻ മുഖ്യമന്ത്രിയുടെ പേരെന്നാ കരുതുന്നത് കരുണാനിധി എന്ന് കേൾക്കുമ്പോ. അങ്ങനെയല്ല അർത്ഥം. അതിനൊക്കെ വിശാലമായ അർത്ഥമുണ്ട്. മലയാളത്തിന്റെ പരിഭാഷ വാങ്ങി വായിച്ചാൽ അങ്ങനെയൊക്കെ അബദ്ധത്തിൽ ചാടിപ്പോകും. അത്രേ ഉള്ളൂ എന്ന് ചിന്തിക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റഹ്മാനായ റഹീമായ അല്ലാഹ് ഇവിടെ അധ്വാനിക്കുന്നവനും അധ്വാനിക്കാത്തവനും ഇവിടെ എല്ലാം കൊടുക്കും. റഹീം എന്ന് പറഞ്ഞ അധ്വാനിക്കുന്നവന് മാത്രം കൊടുക്കും പരലോകത്തില്. ഇവിടെ നിസ്കാരമുള്ളവനും ഇല്ലാത്തവനും മഴവെള്ളം കൊടുക്കും, ഇല്ലേ? എല്ലാവർക്കും സുഖം കൊടുക്കും. ഈ റഹ്മാൻ റഹീം എന്ന് പറയുന്ന ഈ 2 വാക്കുകളെ തന്നെ വിശദീകരിച്ചുകൊണ്ട് നിരവധി ചിന്തകന്മാർ എഴുതിയിട്ടുണ്ട്. മഴവെള്ളത്തിനാണ് റഹ്മാൻ എന്ന് പറയുന്നത്. കാരണം ഒരു അധ്വാനം ഇല്ലാതെ കിട്ടുന്നതാണ് മഴവെള്ളം. മറിച്ച് റഹീം എന്ന് പറഞ്ഞാൽ കിണറ്റിലെ വെള്ളമാണ്. കിണർ കുത്തുന്നവനെ വെള്ളം കിട്ടൂ, അതാണ് റഹീം. റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നിസ്കാരമുള്ളവന് ഇല്ലാത്തവനൊക്കെ അല്ല സർവ്വ സൗഭാഗ്യങ്ങളും കൊടുക്കും. പക്ഷെ റഹീം എന്ന് പറഞ്ഞാൽ നിസ്കാരമുള്ളവന് മാത്രം ആഖിറത്തിലേക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ഉന്നതമായ പദവി. അങ്ങനെ അള്ളാഹുവിനെ പരമാവധി പുകഴ്ത്തി വീണ്ടും പറയുന്നു പടച്ചവനെ മാലിക് യൗമിദ്ദീൻ. അവിടത്തെ ആ പരലോകത്തെ ഖിയാമത്തിന്റെ നാളിലുള്ള എല്ലാ അധികാരവും നിനക്കാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിച്ച് നിന്നോട് മാത്രം ഞങ്ങൾ സർവ്വതും ചോദിക്കുന്നു. ഇത്രയും പറഞ്ഞ അള്ളാഹുവിനെ അങ്ങോട്ട് പുകഴ്ത്തി വെച്ചിട്ട് പറയുന്നു, അല്ലാഹ് ഇനി എനിക്ക് ചോദിക്കാനുള്ളത് എന്റെ പ്രാർത്ഥനയാണ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. എന്നെ നേരായ വഴിയിൽ നടത്തണേ അല്ലാഹ്. അപ്പൊ ആ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി എന്തൊക്കെ പറഞ്ഞു? മാലിക് യൗമിദ്ദീൻ പറഞ്ഞു, അർ-റഹ്മാനിർ റഹീം പറഞ്ഞു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞ് പുകഴ്ത്തി വെച്ചിട്ട് നമ്മൾ പറയാണ്, അല്ലാഹുവേ ഇനി എനിക്ക് ചോദിക്കാനുള്ളത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. എനിക്ക് നേരായ വഴി നീ കാണിച്ചു തരണം. ഇതാണ് ഖുർആൻ പഠിപ്പിക്കുന്ന പ്രാർത്ഥന. ആദ്യം അവനെ അങ്ങോട്ട് പുകഴ്ത്തണം. അങ്ങനെ പുകഴ്ത്തിയാൽ അല്ലാഹു ആ സെക്കൻഡിൽ നമുക്ക് ഉത്തരം തരും. ഇവിടെ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഇതുപോലത്തെ ഒരു ലൈവ് പ്രസംഗത്തിൽ ഒരു കമന്റിൽ
ഒരു നാസ്തികവാദി, ഒരു നിരീശ്വരവാദി, ഒരു ശൈത്താൻ അവൻ മെസ്സേജ് അയച്ചിരിക്കുന്നു. എന്ത് റബ്ബ് അവനെ പുകഴ്ത്താൻ വേണ്ടി കൊറോണത്തിന് സൃഷ്ടിച്ചിരിക്കുന്നു, എന്തേ ആരും പുകഴ്ത്തിയില്ലെങ്കിൽ അവന് ഒരു വിജയിക്കാൻ പറ്റൂല എന്നൊക്കെ ചോദിച്ചിരിക്കുന്നു. അതിനൊന്നും മറുപടിയില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ ആളുകളൊക്കെ നല്ലപോലെ മരിച്ചിട്ടുമില്ല. അവന്റെ ഒക്കെ ആഖിബത്ത് അത് ആ രീതിയിൽ തന്നെ ആയിരിക്കും, അതിൽ ഒരു സംശയവും ഇല്ല. ഇവിടെ കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ മുളച്ചു പൊന്തിയത് നിരീശ്വരവാദമാണ്. ആ നിരീശ്വരവാദം ഇങ്ങനെ തലപൊക്കിക്കൊണ്ടിരിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മൾ അതിലൊന്നും വിടരുത്. നമ്മളെ അള്ളാഹു അയച്ചത് തന്നെ അവനെ പുകഴ്ത്താൻ വേണ്ടിയിട്ടാണ്, അവനെ സ്തുതിക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. അപ്പൊ ഒന്നാമതായി ദുആയിൽ നമ്മൾ ചെയ്യാനുള്ളത് അവന്റെ റഹ്മത്തിനെ പറ്റി പറയുക, അവന്റെ കാരുണ്യത്തെ പറ്റി പറയുക, അവനെ പരമാവധി നമ്മൾ പുകഴ്ത്തുക. ഒരു ചെറിയ സംഭവം ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത പ്രവാചകനിലേക്ക് മടങ്ങി വരാ. സഹോദരങ്ങളെ, മഹാനായ പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ പള്ളിയിൽ ഇരിക്കുമ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാ, ഇമാം തുർമുദി തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ ഹദീസാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുന്ന വേദിയിൽ സഹാബത്ത് ചുറ്റുവട്ടത്തും ഇരുന്ന് റിസാലത്തിന്റെ ആ പൂമുഖത്തേക്ക് നോക്കിയിരിക്കുമ്പോ ഒരു അറാബിയായ ഒരു മനുഷ്യനതാ കടന്നു വരികയാണ്. വിവരം കുറഞ്ഞവനാ, പാണ്ഡിത്യത്തിന്റെ പാപ്പരത്വമേറിയ അറാബിയായ ഗ്രാമീണനായ ആദിവാസിയായ ഒരു മനുഷ്യൻ കടന്നു വരികയാ. അയാള് കടന്നു വന്ന് റസൂലുള്ളാഹി സഹാബത്തും ഇരിക്കുമ്പോ അവിടെ വന്ന് നമസ്കാരം നിർവഹിക്കുകയാ. നമസ്കാരം നിർവഹിച്ചിട്ട് അവിടെ ഇരുന്ന് ദുആ ചെയ്യുകയാണ്. എന്താണ് ദുആ ചെയ്തതെന്നറിയോ സഹോദരങ്ങളെ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ സഹാബത്തും ഇരിക്കുന്നത് അല്ലാഹുവിന്റെ ഇരിക്കുന്ന സഹാബത്തിനെ കണ്ട് അവിടെ ഇരുന്നു കൊണ്ട് ആ മനുഷ്യൻ ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ റഹംനി വ മുഹമ്മദാ വലാ തർഹം മഅനാ അഹദാ. അല്ലാഹുവേ, എനിക്കും മുഹമ്മദ് നബിക്കും മാത്രം നീ റഹ്മത്ത് ചൊരിയണേ അല്ലാ. എനിക്കും മുഹമ്മദിനും മാത്രം നീ കരുണ ചൊരിയണേ അല്ലാ. വലാ തർഹം മഅനാ അഹദാ, ആർക്കും നീ വേറെ കരുണ ചൊരിയണ്ട തമ്പുരാനെ എന്ന് അറാബിയായ മനുഷ്യൻ ദുആ ചെയ്തത് മറ്റുള്ളവരോടുള്ള വെറുപ്പ് കൊണ്ടല്ല, സഹാബത്തിനോടുള്ള ദേഷ്യം കൊണ്ടല്ല, അമർഷം കൊണ്ടല്ല, വൈരാഗ്യം കൊണ്ടല്ല, അവരോടുള്ള പിണക്കം കൊണ്ടല്ല. പിന്നെയോ പടച്ചവന്റെ റഹ്മത്ത് ചെറുതാണ്, അത് ലഘുവാണ്, അത് എല്ലാവർക്കും വീതിച്ചു കൊടുക്കാ ഇല്ലായിരിക്കും ഒരു പക്ഷേ. അതുകൊണ്ട് എനിക്കും വേണം, എന്റെ ഹബീബിനും വേണമെന്ന് ആ അറാബിയായ മനുഷ്യനെന്ന് ദുആ ചെയ്യുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുകയാ. ആരാണടാ അങ്ങനെ ദുആ ചെയ്തത്? ആരാണ് അങ്ങനെ ദുആ ചെയ്തത്? സ്വഹാബത്ത് അറാബിയായ മനുഷ്യനെ വിളിച്ചു കൊണ്ടുവന്ന് മുന്നിൽ നിർത്തുമ്പോ കാരുണ്യത്തിന്റെ പ്രവാചകൻ എന്താ പറഞ്ഞതെന്നറിയോ? ലഖദ് തഹജ്ജറത വാസിആ. ഈ സഹാബിയായ മനുഷ്യനോട്, അറാബിയാണെങ്കിലും ഒരു സഹാബിയാണല്ലോ, മുഅ്മിനായിട്ട് റസൂലുള്ളാഹിന്റെ പരിശുദ്ധ പള്ളിയിൽ കടന്നു വന്ന ആളല്ലോ, ആ മനുഷ്യനോട് പറയുകയാണ്, ലഖദ് തഹജ്ജറത വാസിആ. അല്ലാഹുവിന്റെ റഹ്മത്ത് എന്ന വിശാലമായ ഒന്നിനെ നീ എന്തിനാണ് കുടുസാക്കി കളഞ്ഞത്? എന്തിനാണ് നീ അതിനെ ലഘുവാക്കി കളഞ്ഞത്? അതിനെ എന്തിനാണ് ഇടുക്കമാക്കി കളഞ്ഞത്? എന്റെ പൊന്നുമോനെ, ഈ ലോകത്ത് ആർക്ക് വീതിച്ചു കൊടുത്താലും റബ്ബിന്റെ റഹ്മത്ത് ബാക്കിയാ, അല്ലാഹുവിന്റെ കരുണ ബാക്കിയാ. അവന്റെ റഹ്മത്ത് എനിക്കും നിനക്കും വംശിച്ചാൽ തീർന്നു പോ. ലോകത്തുള്ള എല്ലാവർക്കും അത് വീതിച്ചു കൊടുക്കാം, ലോകത്തുള്ള എല്ലാവർക്കും അത് വീതിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒന്നല്ലേ. അതുകൊണ്ട് മോനിനി അങ്ങനെ പറയല്ലേ. ലഖദ് തഹജ്ജറത വാസിആ. വിശാലമായ റബ്ബിന്റെ റഹ്മത്തിനെ അങ്ങ് ചുരുക്കി കാണിക്കല്ലേ മോനെ എന്ന് പറഞ്ഞ് അറാബിയായ മനുഷ്യനെ ആ വഴിക്കങ്ങ് വിടുമ്പോ കുറെ നേരം ആ മനുഷ്യൻ അങ്ങനെ തന്നെ അവിടെ ഇരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ആ പള്ളിയിൽ അദ്ദേഹം മൂത്രമൊഴിച്ചത്. ആ പള്ളിക്കകത്ത് അദ്ദേഹം മൂത്രമൊഴിച്ചു. അറാബിയല്ലേ, ഒരു ഗ്രാമീണനല്ലേ, ആദിവാസിയല്ലേ, അയാൾക്ക് വിവരം കുറവാണല്ലോ. ആ മനുഷ്യൻ മദീനത്തെ പള്ളിയിൽ മൂത്രമൊഴിച്ചു. അത് കണ്ടപ്പോൾ സഹാബത്ത് വടിയും തടിയുമായി ഓടിയെടുക്കുകയാ. ആരടാ പള്ളിയിൽ മൂത്രമൊഴിച്ചത്? എന്തിനാണ് ആ മദീനയിൽ മൂത്രമൊഴിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് വടിയും തടിയും എടുത്തു വരുമ്പോ കാരുണ്യത്തിന്റെ പ്രതീകമേ, റഹ്മത്തിന്റെ നാഥനെ, അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകനെ, അല്ലാഹുവിന്റെ ഹബീബ്
ഹബീബ് അവിടെ നിന്ന് പറയുകയാണ്, ഏ സഹാബാ, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? അഹ്രിഖു അലൈഹി സജ്ലം മിമ്മാ, ഒരു ബക്കറ്റ് വെള്ളമെടുത്തങ്ങ് ഒഴിച്ചാ പോരെ, ഒരു ബക്കറ്റ് വെള്ളമെടുത്തതിലങ്ങ് ഒഴിച്ചാ പോരെ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്നമാ ബുഇസ്തും മുയസ്സിരീ, നിങ്ങളെ അല്ലാഹു തആല എല്ലാവർക്കും ഗുണം ചെയ്യാൻ വേണ്ടി നിയോഗിച്ചതാ, എല്ലാവർക്കും ലഘുവാക്കി കൊടുക്കാൻ വേണ്ടി നിയോഗിച്ചതാ, എല്ലാവർക്കും നിങ്ങൾ വിനയത്തോടെ ഇടപെടാൻ വേണ്ടി നിങ്ങളെ നിയോഗിച്ചതാ, കാരുണ്യം വിതറാൻ വേണ്ടി നിങ്ങളെ നിയോഗിച്ചതാ. വലം തുബഅസൂ മുഅസ്സിരീ, നിങ്ങളെ ആരെയും അല്ലാഹു തആല പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട്, മർദ്ദിക്കാൻ വേണ്ടിയിട്ട്, കഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട്, ആരെയും മർദ്ദിക്കാൻ വേണ്ടിയിട്ട്, ആക്രമിക്കാൻ വേണ്ടി അല്ലാഹു നിങ്ങളെ അയച്ചിട്ടില്ല. ഇത് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സഹാബത്തിനെ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റഹ്മത്തിനെ പറ്റിയിട്ട് വാചാലമായി നമ്മൾ പറയണം നമ്മുടെ ദുആയിൽ. അല്ലാഹ്, നീ എനിക്ക് കരുണ ചൊരിയുന്നവനാണ്, എന്നെ ഈ നിലയ്ക്ക് നീ എത്തിച്ചില്ല തമ്പുരാനെ. ഒരു രോഗം വരുമ്പോ എന്തേ അല്ലാഹുവേ നീ എനിക്ക് മാത്രം ഇങ്ങനെ രോഗം തന്നു എന്ന് ചോദിക്കാൻ പാടില്ല. നിങ്ങൾ പറയേണ്ടത്, ഞാൻ പറയേണ്ടത്, അല്ലാഹ്, എത്ര രോഗം നീ തന്നാലും, എന്തെല്ലാം അസുഖം നീ എനിക്ക് തന്നാലും, എന്റെ പടച്ചവനെ, നീ എനിക്ക് തന്ന കാരുണ്യം, എനിക്ക് തന്ന നിഅമത്ത്, എനിക്ക് തന്ന ബറക്കത്ത്, എനിക്ക് തന്ന സന്തോഷം, എനിക്ക് തന്ന സുഖം, എനിക്ക് തന്ന ആനന്ദം, എനിക്ക് തന്ന ആഹ്ലാദം, എനിക്ക് തന്ന എല്ലാ സംഭവങ്ങളും ഈ പറയപ്പെടുന്ന രോഗത്തോട് ബന്ധപ്പെടുത്തുമ്പോൾ, അല്ലാഹുവേ, നീ തന്ന പരീക്ഷണങ്ങൾ ഒന്നുമല്ലല്ലോ അല്ലാ. കൈകാലുകളെ ചലിപ്പിക്കാൻ എനിക്ക് ഭാഗ്യം തന്ന അല്ലാ, കണ്ണിമ വെട്ടാൻ എനിക്ക് തൗഫീഖ് തന്ന അല്ലാ, എനിക്ക് സംസാരിക്കാൻ കഴിവ് തന്ന അല്ലാ, എഴുന്നേറ്റ് നടക്കാൻ ഈ പടച്ചതമ്പുരാനാണോ ഒരു ചെറിയ തലവേദന തരുമ്പോ നമ്മൾ പരിതപിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പാടില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ അയ്യൂബ് നബിയുടെ പാരമ്പര്യം നമ്മൾ മുറുകെ പിടിക്കുക. എത്ര പ്രതിസന്ധികൾ വന്നാലും നമ്മുടെ ദുആയിൽ നമ്മൾ പറയേണ്ടത്, അന്ത അർഹമുർ റഹീമീൻ, നീ കരുണയുള്ളവനാണ്, നീ കാരുണ്യവാനാണ്, നീ കരുണാമയനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ പുകഴ്ത്തലാണ് ഒന്നാമതായിട്ട് വേണ്ടത്. അങ്ങനെ പുകഴ്ത്തിയാൽ ഫസ്തജബ്നാ ലഹു ഫകശഫ്നാ മാ ബിഹി മിൻ ളുർ, എന്ത് പ്രതിസന്ധിയാണോ നമ്മൾ അഭിമുഖീകരിക്കുന്നത് അത് അല്ലാഹു അങ്ങ് മാറ്റിത്തരുന്നതാണ്. നമ്മൾ പടച്ചവനോട് ദുആരക്കുമ്പോ എന്താ പറയുക? അല്ലാഹുവേ, പടച്ചവനെ, പ്രളയം തന്ന് ഞങ്ങളെ പരീക്ഷിച്ചല്ലോ, വീണ്ടും പ്രളയം തന്നല്ലോ, വീണ്ടും പ്രളയം തന്നല്ലോ, വീണ്ടും നിപ്പ തന്നല്ലോ, വീണ്ടും ഓക്കി തന്നല്ലോ, വീണ്ടും നീ പടച്ചവനെ കോവിഡ് തന്നല്ലോ, ഇപ്പൊ വകഭേദങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാ. എന്തിനാ നീ ഞങ്ങളെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? എന്തിനാ നീ ഞങ്ങളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? ചോദിക്കല്ലേ ഉമ്മ, ഒരിക്കലും അങ്ങനെ പറയല്ലേ ഉമ്മ. അല്ലാഹുവിനോട് ദുആരക്കേണ്ടത് എങ്ങനെയാണ്? പടച്ചവനെ, നീ എന്ത് പരീക്ഷണം തന്നാലും, എന്ത് പ്രതിസന്ധികൾ തന്നാലും, നീ ഞങ്ങളോട് സ്നേഹം കാണിക്കുന്നവനാ, നീ സ്നേഹസമ്പന്നനാ, കരുണയുള്ളവനാ, നീ ഞങ്ങളെ ഒരു സ്ഥലത്ത് തള്ളിക്കളയാത്തവനാ, ഒരിക്കലും ഞങ്ങളെ കരയിപ്പിക്കാത്തവനാ. ഒരു മാതാവിന് തന്റെ പ്രിയപ്പെട്ട മകനോടുള്ള സ്നേഹത്തെക്കാൾ 100 ഇരട്ടിയാണ് മുസ്ലിമേ. ഒരു പെറ്റുമ്മാക്ക് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനോടുള്ള സ്നേഹത്തെക്കാൾ 100 ഇരട്ടിയാണ് അല്ലാഹുവിന്റെ അടിമകളോടുള്ള സ്നേഹമെന്ന് മനസ്സിലാക്കണേ. ആ ഒരു സ്നേഹത്തിന്റെ പേരിൽ പടച്ചവനെ പരമാവധി മദ്ഹ് ചെയ്ത്, ഹംദ് ചെയ്ത്, സ്തുതി കീർത്തനങ്ങൾ പറഞ്ഞ് അല്ലാഹുവിനോട് ദുആ ചെയ്താൽ ആ ദുആക്ക് ഉത്തരം കിട്ടുമെന്ന് അയ്യൂബ് നബിയുടെ കഥയിലൂടെ, ചരിത്രത്തിലൂടെ, അല്ലാഹു തന്നെ സൂറത്തുൽ അംബിയായിലൂടെ നമ്മളെ പഠിപ്പിക്കുമ്പോ, സഹോദരങ്ങളെ, ദുആ ചെയ്യുമ്പോൾ സ്വീകരിക്കപ്പെടാൻ ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അല്ലാഹുവിനെ പുകഴ്ത്തലാണ്. ഒന്നാമതായിട്ട് അല്ലാഹുവിനെ പുകഴ്ത്തലാണ്. മറക്കരുത്, ഓർത്തുവെക്കണം, ഓർത്തുവെക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രണ്ടാമത്തെ പ്രവാചകൻ ഏത് പ്രവാചകനാ? മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം. യൂനുസ് നബി അലൈഹിസ്സലാം എന്ത് പ്രതിസന്ധിയിലായിരുന്നു? എങ്ങനെ ദുആ ചെയ്തത്? ഉത്തരം എങ്ങനെ കൊടുത്തു? നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ അങ്ങനെ ഒരു അവസ്ഥ നാം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു കാലമാകാം ഇത്. ശരിയല്ലേ?
ചിന്തിക്കിൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. യൂനുസ് നബി അലൈഹിസ്സലാം നീനവ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ്. നാഴികയ്ക്ക് 40 വട്ടം പ്രസംഗിച്ച് നടന്നു. യൂനുസ് നബിയെ കാണുമ്പോ ആളുകൾ ചെവികളിൽ വിരലുകൾ മുറുക്കി ചേർത്ത് വിരലുകൾ തിരികെ കയറ്റി എനിക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞ് ഓടി ഒളിച്ചു. യൂനുസ് നബി അലൈഹിസ്സലാമിനെ ഉൾക്കൊള്ളാൻ ജനത തയ്യാറായില്ല. യൂനുസ് നബി അലൈഹിസ്സലാം അടുത്തേക്ക് വരുമ്പോ ജനങ്ങൾ ഓടി മാറാൻ തുടങ്ങി. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്തു പറഞ്ഞാലും അംഗീകരിക്കാൻ ആളുകൾ തയ്യാറായില്ല. ആ സമയത്ത് ദേഷ്യം വന്നു. അവസാനം അവിടെ നിന്ന് ഇനി ഇവിടെ നിന്നിട്ട് ദഅവത്ത് നടത്തിയിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയിട്ട് യൂനുസ് നബി അലൈഹിസ്സലാം അവിടെ നിന്ന് നാട് വിട്ടു പോകാൻ വേണ്ടി കപ്പലിൽ കയറി. ചരിത്രമറിയാൻ ഞാനത് പറഞ്ഞ് നിങ്ങളെ വിരസതയിലാക്കുന്നില്ല. ആ കപ്പലിൽ കയറുമ്പോൾ സഹോദരങ്ങളെ, കപ്പലിൽ നിന്ന് അദ്ദേഹത്തെ കടലിലേക്ക് വലിച്ചെറിയപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ ആ കടലിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോ അള്ളാഹു യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിഴുങ്ങണമെന്നും ആ യൂനുസിന്റെ ഒരു രോമം പോലും കരിയാൻ പാടില്ലെന്നും ഒരു മാംസം പോലും ഇളകാൻ പാടില്ലെന്നും ഒരു എല്ല് പോലും പൊട്ടിപ്പോകാൻ പാടില്ലെന്നും അല്ലാഹു തആല മത്സ്യത്തിന് നിർദ്ദേശം കൊടുത്തു. അങ്ങനെ മത്സ്യം യൂനുസ് നബിയെ വിഴുങ്ങി. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും വിഴുങ്ങി. ആ മത്സ്യം കടലിന്റെ അടിത്തട്ടിലേക്ക് പോയി, മത്സ്യത്തിന്റെ ലോകത്തേക്ക് പോയി. അങ്ങനെ മത്സ്യങ്ങളുടെ ലോകത്തേക്ക് ചെന്ന ആ മത്സ്യം യൂനുസ് നബി അലൈഹിസ്സലാമിനെ വിഴുങ്ങിയിട്ടാണ് പോകുന്നത് എന്ന് മറ്റു മത്സ്യങ്ങൾക്കറിയില്ല. അങ്ങനെ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും കൊണ്ട് ആ മത്സ്യത്തിന്റെ ലോകത്തേക്ക് പോകുമ്പോൾ ആ മത്സ്യത്തിന്റെ ലോകത്തിൽ എന്തോ ഒരു മർമ്മര ശബ്ദം കേട്ടു. യൂനുസ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു, മഹാദാ, ഇതെന്താ ഒരു ശബ്ദം കേൾക്കുന്നല്ലോ എന്ന് പറഞ്ഞു. ആ സമയത്ത് അള്ളാഹു പറഞ്ഞു, ഹാദാ തസ്ബീഹു ദവാബിൽ മാ, കടലിലെ മത്സ്യങ്ങൾ എനിക്ക് വേണ്ടി തസ്ബീഹ് ചൊല്ലുന്ന ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നത് എന്ന് പറഞ്ഞു. ആ സമയത്താണ് യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ ഉദരത്തിൽ കിടന്ന് നിലവിളിച്ചത്. വിശുദ്ധ ഖുർആൻ ഇതേ അംബിയ അടുത്ത ആയത്തിൽ വിശദീകരിക്കുന്നുണ്ട്. എന്ത് പ്രതിസന്ധി ഉണ്ടായിരുന്നത്? ആളുകളടുത്ത് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, മക്കളെ നന്നാക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. ഉമ്മമാർക്കുള്ള പരാതി അതല്ലേ? ചില ആളുകൾ പറയും ഉമ്മമാര് നന്നായിട്ട് വേണ്ടേ മക്കള് നന്നാവാൻ. ഇന്ന് ഏറ്റവും കൂടുതൽ ദുആരക്കാൻ പറയുന്നത്, ഉസ്താദെ മൊബൈലിന് അടിമപ്പെട്ടു പോയി മക്കളൊന്ന് ദുആരക്കണം അല്ലേ? ഞങ്ങളുടെ മക്കള് മൊബൈലിന് അടിമപ്പെട്ടു പോയി, ഒന്ന് ദുആരക്കും ഉസ്താദെ എന്ന് സഹോദരിമാര് പറയും. എന്താ കാര്യം? മക്കളെ നേരായ മാർഗത്തിൽ കൊണ്ടുവരാനുള്ള താല്പര്യം കൊണ്ട് പറയുന്നവരൊക്കെ ഉണ്ടാകാം. പക്ഷെ അതല്ല മെയിൻ പ്രശ്നം. ഈ ഓൺലൈൻ ക്ലാസ് വന്നപ്പോ സഹോദരിമാർക്ക് മൊബൈൽ കിട്ടാനില്ല, അതാ പ്രശ്നം. അതെല്ലാം കൂടെ മക്കൾ കൊണ്ടുപോയില്ലേ? ഒന്നും പറയാൻ പറ്റില്ല. ഇതെല്ലാം കൂടെ മക്കൾക്ക് കൊടുക്കേണ്ടി വന്നു. വാപ്പ കൊടുക്കുവോ? വാപ്പ കൊടുക്കൂല. വാപ്പ പറയും ബിസിനസിന്റെ മൊത്തം ഇതിനകത്താണ്, അതുപോലെ തന്നെ എന്റെ സംഘടനയുടെ മൊത്തം കാര്യം ഇതിനകത്താണ്, എന്റെ പാർട്ടിയുടെ മൊത്തം കാര്യം ഇതിനകത്താണ്, അപ്പൊ ഇത് പറ്റൂല, അതൊന്നും നടക്കൂല എന്ന് പറഞ്ഞ് അവനെ വരട്ടും. പിന്നെ പാവപ്പെട്ട അടുക്കള അന്താരാഷ്ട്രമാക്കി മാറ്റുന്ന ഉമ്മമാർക്കല്ലാതെ പിന്നെ ആർക്കാ കൊടുക്കാൻ പറ്റുക? അവര് ഗത്യന്തരമില്ലാതെ കൊടുക്കും. എന്നാൽ അതൊരു മിസ്യൂസ് ചെയ്തുകൊണ്ട്, അതിനെ മുതലെടുപ്പ് നടത്തിക്കൊണ്ട് മക്കൾ 24 മണിക്കൂറും അത് ചെയ്യാനുണ്ട് ഇത് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഉമ്മാക്ക് മൊബൈൽ കൊടുക്കൂല. അതാ ഇവിടുത്തെ പരാതി. വേറെ ഒന്നുമല്ല. നിങ്ങൾ നോക്കും, മക്കളെ നന്നാക്കാൻ നോക്കിയിട്ട് നടക്കാത്തതിന്റെ പേരിൽ നാട് വിട്ടിട്ട് കാര്യമില്ല. നമ്മൾ ഒരു കാര്യം, ഇസ്ലാമിന്റെ നിയമങ്ങൾ ആളുകളുടെ മുമ്പിൽ വിളിച്ചു പറയുന്നതിന്റെ പേരിൽ ഒരു കാശുകാരന്റെയും കീശയിലെ കാശ് മോഹിച്ചുകൊണ്ട് ഒന്നും നമ്മൾ പറയാൻ മടിക്കേണ്ടി വരരുത്. ഒരു അധികാരിയുടെയും അധികാരത്തിന്റെ ഹുങ്കുപയോഗിച്ചുകൊണ്ട് അവന്റെ അഹങ്കാരത്തിന്റെ പേരിൽ നമ്മെ വേട്ടയാടുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് ദീനിന്റെ ഒരു വിഷയവും മറച്ചു വെക്കാൻ നമ്മൾ തയ്യാറാകരുത്. ആരുടെയും ഒന്നും നമ്മൾ ഒരു പ്രീതിയും നമുക്ക് വേണ്ട. പീഡനങ്ങളും പ്രീണനങ്ങളും വിശുദ്ധമായ ദീൻ പറയുന്നതിനോ പറയാതിരിക്കുന്നതിനോ തടസ്സമാകാൻ പാടില്ല. അങ്ങനെ ഒരു തീരുമാനം നമ്മൾ എടുക്കണം. വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെ ആ ദീൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സമുദായത്തിനകത്തും പുറത്തുമുള്ള തൽപര കക്ഷികൾ വിശുദ്ധമായ ഇസ്ലാമിന്റെ സ്വത്വബോധത്തെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആമത്തോടിൽ ഭീരുക്കളായി ആമത്തോടിൽ ഒളിക്കാൻ ഒരു പണ്ഡിതന് കഴിയില്ല. ഒളിച്ചോടുന്നത് എവിടേക്കാൾ? എങ്ങോട്ടാ ഒളിച്ചോടുക? പള്ളിയിലെ ഇമാമാകുമ്പോ ആ ജനങ്ങളോട് പരിശുദ്ധമായ ഇസ്ലാമിനെ പറ്റി പറയുമ്പോൾ, പലിശയെ പറ്റി പറയുമ്പോൾ,
ധൈര്യമായിട്ട് ഇമാമിന് പറയാൻ കഴിയണം. അപ്പോ ആളുകൾ പറയും, ഇല്ല, ഇവിടുത്തെ ഒരു പ്രമാണി പലിശക്കാരനാണ്, പോയി പണി നോക്കടാ. ആരടാ ഇവിടുത്തെ പലിശക്കാരന്? അവൻ 73 ശാഖയാണ്, 70-ലധികം ശാഖയാണ് അള്ളാഹു പലിശയ്ക്ക് കൊടുക്കുന്നത്. ആ പലിശയ്ക്ക് കൊടുക്കുന്ന 70-ലധികം വരുന്ന ശാഖകളിൽ ഏറ്റവും ചെറിയ ശാഖയ്ക്ക് അള്ളാഹു കൊടുക്കുന്ന ശിക്ഷ സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നതിന് സമാനമാണ് എന്ന് ചങ്കൂട്ടത്തോടെ പറയാൻ ഒരു ഇമാമ് തയ്യാറാകണം. അതിനെന്ത് വേണം? ഈ പണക്കാരനാകുന്ന പലിശക്കാരന്റെ പോക്കറ്റിൽ കിടക്കുന്ന ഗാന്ധി തല എന്റെ പോക്കറ്റിൽ വരാൻ പാടില്ല. ആർജവത്തോടുകൂടി ദീൻ പറയാൻ നമ്മൾ തയ്യാറാകണം. എങ്ങോട്ടാ വിളിച്ചോടുക? കള്ളു കുടിക്കുന്നു. ക്രിസ്മസ് രാത്രിയിൽ കേരളം എന്ന സാക്ഷര കേരളത്തിലെ പ്രബുദ്ധരായ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് അവകാശപ്പെടുന്ന ഈ കാസർഗോഡ് മുതൽ അങ്ങ് കന്യാകുമാരി വരെയുള്ള ഈ കേരളത്തിന്റെ തലസ്ഥാനം നഗരി അടക്കമുള്ള ഈ മുഴുവൻ ഈ 14 ജില്ലകളും കൂടി ചേർന്നുകൊണ്ട് കുടിച്ചു തീർത്തത് 65 കോടി രൂപയുടെ കുടിയാ. 65 കോടി രൂപയുടെ മദ്യം ഈ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പുള്ള ക്രിസ്മസിന്റെ രാത്രിയിൽ കുടിച്ചു തീർത്തു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, 10 വർഷം കൊണ്ട് 2011 മുതൽ 2020 to 2021 വരെയുള്ള ഈ 10 വർഷം കൊണ്ട് കേരളത്തിൽ മാത്രം കുടിച്ചത് 1,15,00,000 രൂപയ്ക്ക്. 1,15,00,000 രൂപയ്ക്ക് കുടിച്ചു തീർത്തത്. എത്ര പെണ്ണുങ്ങളെ കെട്ടിക്കാം? എത്ര പെണ്ണുങ്ങളെ കെട്ടിക്കാം? എത്ര പള്ളികൾ വെക്കാം? എത്ര പാവപ്പെട്ടവർക്ക് പുരമേയാൻ? എത്ര ഹൈന്ദവ, മുസ്ലിം, ക്രൈസ്തവ എന്ന ഒരു തടസ്സമില്ലാതെ ഇവിടത്തെ പാവപ്പെട്ടവർക്ക് സഹായിക്കാം. ഇതൊന്നും ചെയ്യാതെ 1,15,00,000 രൂപയ്ക്ക് കുടിച്ചു തീർത്തത് 10 വർഷം കൊണ്ടാണെങ്കിൽ നമ്മുടെ കാക്കാമാർ അതിലുണ്ടാവൂലേ? ചിന്തിച്ചു നോക്ക്. ഇനിയിപ്പോ വരാൻ പോകുന്ന 3 ദിവസം കഴിഞ്ഞാൽ പുതുവർഷ പുലരി. അന്നത്തെ കണക്ക് ഇതിനേക്കാളേറെ ഞെട്ടിക്കുന്നതായിരിക്കും. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സമയത്ത് ഈ മദ്യപാനത്തിനെതിരെ ശക്തമായ നിലയിൽ പ്രസംഗിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ബാധ്യത വീടുന്നു. ഒരു മഹല്ലിൽ ഇമാമായിരിക്കുമ്പോ ആ ഇമാമായിരിക്കുന്ന മഹല്ലത്തിൽ പരിപാലന സമിതിയായി കടന്നു വരുന്ന പള്ളി പരിപാലിക്കേണ്ട ആളുകൾ കള്ളുകുടിയന്മാര് പള്ളി പരിപാലിക്കുന്നു. പള്ളി പരിപാലിക്കുന്നവരിൽ പലിശക്കാര് വരുന്നു, നമസ്കാരമില്ലാത്തവൻ വരുന്നു, വ്യഭിചാരി വരുന്നു. ഇത് പാടില്ല എന്ന് ഖുർആനിന്റെ ആയത്തോടെ പറഞ്ഞു കൊടുക്കാൻ ഇമാമിയങ്ങൾ തയ്യാറാകുന്ന കാലം അതിക്രമിച്ചിരിക്കുകയല്ലേ? അതിന്റെ പേരിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടാൽ ഇതെന്റെ റബ്ബിന്റെ തീരുമാനമാണ്, എന്റെ വാകീറിയ പടച്ചവൻ എനിക്ക് അന്നം തരുമെന്നുള്ള ഹൃദയത്തിന്റെ ഉള്ളിലുള്ള യഖീൻ അതുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ലോകം നന്നാവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പ്രബോധനത്തിൽ നിന്ന് ഒളിച്ചോടാൻ നമുക്ക് പറ്റൂല. നമുക്കൊരിക്കലും പ്രബോധനത്തിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റൂല. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്നുണ്ടായ ഒരു ചെറിയ വീഴ്ച, അവരെ ഒക്കെ നന്നാക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഒരു പ്രത്യേക കാര്യമാണത്. ആ ലോകം പ്രവാചകന്മാർക്ക് ഇങ്ങനെ ഒരു ഗുരുതരമായ തെറ്റുപറ്റി എന്ന് ആരും ചിന്തിക്കണ്ട. അതൊക്കെ അള്ളാഹുവിന്റെ ഇടപെടല. ആദം നബി അലൈഹിസ്സലാം പഴം പറിച്ചു തിന്നത് അത് വലിയ മഹാ അപരാധമായി പോയി എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല. കാരണം അള്ളാഹു മനുഷ്യനെ പടച്ചത് സ്വർഗത്തിലത്തേക്ക് വേണ്ടിയിട്ടല്ല. ഇനി ജാഇലു ഫിൽ അർദി ഖലീഫ, ഭൂമിയിലത്തേക്ക് വേണ്ടിയാണ് നിയോഗിച്ചത്. പക്ഷെ പടച്ചത് സ്വർഗത്തിൽ വെച്ചാ. അവിടെ നിന്ന് താഴെ ഇറക്കണമെങ്കിൽ ന്യായമായ കാരണം വേണം. അതിനാ പഴം കൊടുത്തത്. അതുകൊണ്ട് അള്ളാന്റെ പ്രവാചകന്മാർ ഗുരുതരമായി തെറ്റ് ചെയ്തു എന്നാരും കരുതണ്ട. അതൊക്കെ റബ്ബിന്റെ ഹിക്മത്താ, അള്ളാഹുവിന്റെ തന്ത്രമാണ്, യുക്തിയാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ ഉദരത്തിൽ കിടന്നു, വയറിൽ കിടന്നുകൊണ്ട് ഉറക്കെ നിലവിളിച്ചത് എന്താണെന്നറിയോ? അതാണ് രണ്ടാമത്തെ പ്രാർത്ഥന. വല്ലാത്ത പ്രതിസന്ധിയിലായി പോയി. നമ്മൾ സമാനമായ പ്രതിസന്ധികളിൽ അകപ്പെടുമ്പോൾ നമ്മുടെ ഈ രാജ്യത്ത് നിന്ന് ഓടിക്കാൻ പോവാ. നമ്മള് ഇവിടുത്തെ പൗരന്മാരല്ല പോലും, അല്ലെങ്കിൽ നമ്മളെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ വിഴുങ്ങാൻ വേണ്ടി വരുന്നു. അങ്ങനെയൊക്കെ ചെയ്യുന്ന സന്ദർഭത്തില് നമ്മൾ ഇങ്ങനെയുള്ള പ്രതിസന്ധികളുടെ നട്ടം തിരിയുന്ന ആ ഒരു അവസ്ഥയിൽ നമ്മൾ എത്തപ്പെടുമ്പോ നമ്മൾ ഭയവികുലരാകണ്ട. അതിന് മാർഗമുണ്ട്. എന്താണ് ദുആരക്കേണ്ടതെന്ന്? അതാണ് മഹാനായ പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു പറഞ്ഞു കൊടുക്കുകയാണ്.
യൂനുസ് നബിയെ കൂടി ഓർക്കുക നബിയേ. ഇദ്ഹബ മുഗാളിബാ വലന്ന അല്ലൻ നഖ്ദിറ അലൈഹി, ഒരു കഴിവും തനിക്കില്ല, ഒരു കഴിവും അല്ലാഹുവിനില്ല എന്ന ധാരണയോട്, അതല്ലെങ്കിൽ പടച്ച തമ്പുരാൻ എന്തേ ജനതതി എന്റെ മുന്നിൽ കൊണ്ടുവരുന്നില്ല, ആളുകൾ എന്നെ അംഗീകരിക്കുന്നില്ല, ഈ ഒരു ചിന്താഗതിയോടെ യൂനുസ് നബി അലൈഹിസ്സലാം ദേഷ്യം വന്ന് നാട് വിടുകയാണ്. ആ സമയത്താണ് മത്സ്യത്തിന്റെ ഉദരത്തിലകപ്പെട്ടത്. യൂനുസ് നബി അലൈഹിസ്സലാം ഉദരത്തിൽ കിടന്നുകൊണ്ട് വിളിച്ചു പറയുകയാ, ഫനാദാ ഫിൽ ളുലുമാ അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുവേ നീയല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല. സുബ്ഹാനക, നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു റബ്ബേ. ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ഞാൻ അക്രമം ചെയ്തു പോയ തമ്പുരാനെ എന്ന് ദുആ ചെയ്തു. ആ സമയത്ത് അല്ലാഹു മറുപടി കൊടുക്കുകയാണ്, ഫസ്തജബ്നാ ലഹു വനജൈനാഹു മിനൽ ഗം. യൂനുസ് നബി അലൈഹിസ്സലാമിന് നാം ഉത്തരം കൊടുത്തു, അദ്ദേഹത്തിന്റെ മനപ്രയാസത്തിൽ നിന്ന് നാം രക്ഷപ്പെടുത്തി. ഏ സഹോദരിമാരെ ശ്രദ്ധിക്കണേ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, രണ്ടാമത്തെ പ്രവാചകൻ ആരാണ്? യൂനുസ് നബി അലൈഹിസ്സലാം. എന്തേ യൂനുസ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തത്? അല്ലാഹുവേ, ഞാൻ നിന്നെ നീ മാത്രമാണ് ആരാധ്യനെന്ന് വിശ്വസിക്കുന്നു, നിന്റെ പരിശുദ്ധി ഞാൻ വാഴ്ത്തുന്നു. എനിക്കാണ് തെറ്റ് പറ്റിയത് റബ്ബേ, ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ഞാനാണ് തെറ്റ് ചെയ്തത് തമ്പുരാനെ, എനിക്ക് അക്രമം ചെയ്തു പോയി, ഞാൻ എന്റെ ശരീരത്തോട് ദുൽമ കാണിച്ചു പോയി എന്ന് അല്ലാഹുവിനോട് സ്വന്തം കുറ്റമേറ്റു പറഞ്ഞപ്പോ അല്ലാഹ് പറഞ്ഞു, ഫസ്തജബ്നാ ലഹു വനജൈനാഹു മിനൽ ഗമ്മി. ഉത്തരം കൊടുത്തു, നാം പ്രയാസത്തിൽ നിന്ന് മാറ്റി രക്ഷപ്പെടുത്തി. പിന്നെ പറയുന്നുണ്ട്, വകദാലിക നുൻജിൽ മുഅ്മിനീൻ, ലോകത്തുള്ള എല്ലാവരെയും ഞാൻ ആ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്താം. പക്ഷെ എന്ത് പറയണം? ദുആ ചെയ്യേണ്ട രണ്ടാമത്തെ രീതി ഒന്നെന്താ? ഒന്നേതാണ്? ഒന്നാമത്തേതാ? അള്ളാഹുവിന്റെ കാരുണ്യത്തെ വർണ്ണിക്കുക. അള്ളാഹുവേ നീ കരുണയുള്ളവരാണെന്ന് പറയാ, മറക്കരുത്. രണ്ടാമത്തേത് നമ്മുടെ ലൊഅഫ് റബ്ബിനോട് പറയാ, നമ്മുടെ കുറവുകൾ, നമ്മുടെ ബലഹീനത. അല്ലാ, ഞാൻ ഒന്നുമല്ല റബ്ബേ, ഇന്നി കുന്തു മിനൽ ളാലിമീൻ, റബ്ബേ ഞാൻ അക്രമം ചെയ്തു പോയി, ഞാൻ പാപിയാ റബ്ബേ. ഷാഫി റളിയല്ലാഹു, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താണ്? അതൊന്നും വിശാലമായി പറയാനുള്ള സമയമില്ല. ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു പോയി, ഞാൻ സാലിഹല്ല റബ്ബേ എന്ന് ഷാഫി ഇമാം പറഞ്ഞു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്? കൈഫ ഹാലി യാ ഇലാഹി, കൈഫ ഹാലി യാ ഇലാഹി. അല്ലാഹുവേ, എന്റെ അവസ്ഥ എന്താണ്? എന്റെ അവസ്ഥ എന്താണ്? ആരാധ്യനായ അല്ലാഹ്, എന്റെ അവസ്ഥ എന്താണ്? പടച്ചവനെ, ലൈസ ലീ ഖൈറുൽ അമൽ, എനിക്ക് നല്ല അമലുകളൊന്നുമില്ല, എനിക്ക് നല്ല അമലുകളൊന്നുമില്ല തമ്പുരാനെ. പടച്ചവനെ, എന്റെ അവസ്ഥ എന്താണ്? എനിക്ക് അമലുകളൊന്നുമില്ല. സൂഉ അഫ്ആലി കസീർ, എന്റെ എല്ലാ തിന്മകളും മികച്ചു നിൽക്കുകയാ, എന്റെ തിന്മകളെല്ലാം മികച്ചു നിൽക്കുകയാണ്. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്റെയും ഈമാൻ എടുക്ക് പ്രിയപ്പെട്ടവരെ, അമ്പിയാക്കളെ കഴിഞ്ഞ ബാക്കി മുഴുവൻ ആളുകളുടെ ഈമാൻ എടുക്ക്. മഹാനായ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി റളിയല്ലാഹു അൻഹു അടക്കമുള്ള, അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു അടക്കമുള്ള, അബുൽ ഹസൻ ശാദുലി തങ്ങൾ അടക്കമുള്ള, ഇബ്രാഹിം ദസ്സൂഖി തങ്ങൾ അടക്കമുള്ള, അഹ്മദുൽ ബദവി തങ്ങൾ അടക്കമുള്ള, ഖാജാ ബഈരുദ്ദീൻ അൽ ജിസ്തിയിൽ അജ്മീരി സഞ്ചരി റളിയല്ലാഹു അൻഹു അടക്കമുള്ള ലോകത്തുള്ള മുഴുവൻ മശായിഖുമാരുടെയും ഈമാൻ എടുക്ക്, സാധാരണക്കാരുടെ ഈമാൻ എടുക്ക്. ഈ ലോകത്താകാശത്തിന്റെ കീഴിൽ ഭൂമിയുടെ മുകളിലുള്ള മുഴുവൻ മനുഷ്യന്റെയും ഈമാൻ എടുക്ക്. എന്നിട്ട് തുലാസിന്റെ ഒരു തട്ടിൽ വെക്കുക, അടുത്ത തട്ടിൽ അബൂബക്കർ തങ്ങളുടെ ഈമാൻ വെക്കുക, അബൂബക്കർ തങ്ങളുടെ
ഈമാൻ വെക്കുക. അല്ലാ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ഈമാനിന് ഭാരം കൂടുതലാ. അവ്വലു മൻ ആമന ബി അബൂബക്കർ, എന്നെ കൊണ്ട് ആദ്യം വിശ്വസിച്ചത് എന്റെ അബൂബക്കറാ. അവ്വലു മൻ സവ്വജനി അബൂബക്കർ, പൊന്നുമോളെ ആയിഷ എനിക്ക് കെട്ടിച്ചു തന്നത് എന്റെ അബൂബക്കറാ. അവ്വലു മൻ ദഖലൽ ജന്ന മഇ അബൂബക്കർ, ആദ്യമായി എന്റെ കൂടെ സ്വർഗ്ഗപ്രവേശനം ലഭിക്കുന്നത് അബൂബക്കറാ. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ആദ്യത്തെ സഹാബിയാ. ഖുർആനിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ സാഹിബ് എന്ന് പറഞ്ഞ സഹാബിയാ. അശ്റഫുൽ മുബശ്ശിരീങ്ങളിൽ ഒന്നാമനാ, ഖുലഫാഉർ റാഷിദീങ്ങളിൽ ഒന്നാമനാ, സഹാബാക്കളിൽ ഒന്നാമനാ, സ്വർഗ്ഗപ്രവേശകരിൽ ഒന്നാമനാ, എല്ലാറ്റിലും ഒന്നാമനായ സിദ്ദീഖ് തങ്ങൾ പറയുകയാണ്, കൈഫ ഹാലി യാ ഇലാഹി, അല്ലാഹുവേ എന്റെ അവസ്ഥ എന്താ, എന്റെ അവസ്ഥ എന്താ. ലൈസ ലീ ഖൈറുൽ അമൽ, എനിക്ക് നല്ല അമലുകളൊന്നുമില്ല. സൂഅഫാലി കസീർ, എനിക്ക് ധാരാളം തിന്മകളുണ്ട് തമ്പുരാനെ എന്ന് ദുആ ചെയ്ത് അല്ലാഹുവിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞത് സിദ്ദീഖ് തങ്ങളാണെങ്കിൽ, രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ളുഅഫ് റബ്ബിനോട് പറയലാ. യൂനുസ് നബി അങ്ങനാണ് പറഞ്ഞത്, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ഞാൻ അക്രമം ചെയ്തു പോയി റബ്ബേ, ഞാൻ ളുൽമ ചെയ്തു പോയി റബ്ബേ, അതുകൊണ്ട് എനിക്ക് പൊറുക്കണം നാഥാ എന്ന് പറഞ്ഞുകൊണ്ട് യൂനുസ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തു. അതുകൊണ്ട് തന്നെ അല്ലാഹ് പറഞ്ഞു, ഫസ്തജ്ബ്നാ ലഹു, അവർക്ക് നാം ഉത്തരം കൊടുത്തു. വനജൈനാഹു മിനൽ ഗം, മനപ്രയാസത്തിൽ നിന്ന് നാം രക്ഷപ്പെടുത്തി. അല്ലാഹു ഉത്തരം കൊടുത്തു. എന്താ ദുആരക്കുമ്പോൾ രണ്ടാമത് ചെയ്യേണ്ടത്? ഒന്ന്, അല്ലാഹനെ പരമാവധി പുകഴ്ത്തുക. ഇന്നത്തെ രാത്രിയിലെ ദുആ പോലെ ചെയ്യാൻ വേണ്ടിയിട്ടാ പറയുന്നത്. അള്ളാഹു നിങ്ങൾക്ക് അതിനുള്ള ഭാഗ്യം തരട്ടെ, എനിക്ക് ഭാഗ്യം തരട്ടെ. നിങ്ങൾ അങ്ങനെ ദുആരക്കുമ്പോ അതിന്റെ ഒരു പ്രതിഫലം ഈ സാധുവിന് കിട്ടും, എന്റെ ഉസ്താദുമാർക്ക് കിട്ടും. അങ്ങനെ കിട്ടി അവസാനം അഷ്റഫുൽ വറാ അഹ്മദ് മുജ്തബ റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും എത്തിച്ചേരും. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായി ചെയ്തു ദുആരക്കുമ്പോ ഇത്ര മതി. നിങ്ങൾ കൈ അൽഹംദുലില്ലാ പറഞ്ഞ് സലാത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് പറഞ്ഞിട്ട് നമ്മൾ അള്ളാഹുവിനെ പരമാവധി അങ്ങ് പുകഴ്ത്തുക, പരമാവധി പുകഴ്ത്തുക. നീ തന്നതാ റബ്ബേ ഈ വീട്, നീ തന്നതാ പടച്ചവനെ ഈ ശരീരം, നീ തന്നതാ അല്ലാഹ് ഈ സമ്പത്ത്, നീ തന്നതാ റബ്ബേ ഇതൊക്കെയും, ഈ നാവും ചോദിക്കാനുള്ള മനസ്സും എഴുന്നേറ്റ് റബ്ബേ നിന്റെ മുമ്പിൽ കരയാനുള്ള തൗഫീഖ് ഒക്കെ തന്ന നീയാ അല്ലാഹ് എന്ന് പറഞ്ഞ് അവനെ അങ്ങോട്ട് പുകഴ്ത്തിയിട്ട് രണ്ടാമത് പറയണം, ഞാൻ പാപിയാ റബ്ബേ, ഞാൻ എത്ര അക്രമം ചെയ്തവനാ അല്ലാഹ്, ഞാൻ നിനക്ക് എന്ത് ശുക്റാ ചെയ്യുന്നത് റബ്ബേ, നിന്റെ അടിമകൾ ഏറ്റവും നിന്യ ഞാനല്ലേ റബ്ബേ, നികൃഷ്ട ഞാനല്ലേ അല്ലാഹ് എന്ന് നമ്മൾ നമ്മുടെ ളുഅഫ് അങ്ങോട്ട് പറയാ. നമ്മുടെ ദുആകൾ സ്വീകരിക്കാതെ പോയതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഇത് രണ്ട് തെറ്റായിട്ടാണ് നമ്മൾ പറയുന്നത്. ഒന്ന്, അള്ളാഹുവിനെ പരമാവധി കുറ്റപ്പെടുത്തും നമ്മൾ. നീ എന്താ റബ്ബേ അങ്ങനെ ചെയ്തത്, നീ എന്തിനാ അള്ളാഹ് അങ്ങനെ ചെയ്യാൻ പോയത് എന്നൊക്കെ റബ്ബിനെ അങ്ങോട്ട് കുറ്റപ്പെടുത്തിയിട്ട് നമ്മളെ അടുത്തെത്തുമ്പോൾ നമ്മൾ പറയുന്നത് എന്താ, അള്ളാഹ് ഞാൻ നിനക്ക് വേണ്ടി പള്ളിയിൽ പൈസ കൊടുത്തില്ലേ, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് പടച്ചവനെ ഞാൻ അത് ചെയ്യുന്നില്ലേ, ഞാൻ സുബ്ഹി നിസ്കരിക്കുന്നില്ലേ, ഞാൻ നോമ്പ് പിടിക്കുന്നില്ല, ഞാൻ ഹജ്ജിന് പോയില്ല, ഞാൻ ഉംറ ചെയ്തില്ല. അപ്പൊ നമ്മൾ വലിയവനുമായി അവൻ താഴത്തവനുമായി. അങ്ങനെ നമ്മുടെ ദുആ സ്വീകരിക്കാത്തത്. ഇത് നേരെ കൊണ്ട് തിരിയണം. ഇതിങ്ങനെ കൊണ്ട് തിരിയണം. ഇങ്ങനെയാണ് നാം ദുആ ചെയ്യേണ്ടത്. നമ്മുടെ ളുഅഫ് അങ്ങോട്ട് പ്രകടമാക്കണം. നമുക്ക് എന്ത് ഖുദ്റത്താ ഉള്ളത് പറയ്, എന്ത് കഴിവാ നമുക്കുള്ളത്. എല്ലാ വേദികളിലും പറയുന്നത് ഇനി ആവർത്തിക്കുമ്പോ എനിക്ക് തന്നെ ഒരു വിരസത തോന്നുന്നു. എന്റെ പൊന്നു സഹോദരങ്ങളെ, വല്ല കഴിവും നമുക്കുണ്ടോ? എന്ത് കഴിവാ നമുക്കുള്ളത്? നമുക്ക് കഴിവുണ്ടായിരുന്നെങ്കിൽ കണ്ണിൽ കാണാൻ പറ്റാത്ത വൈറസിന്റെ പേരിൽ നമ്മൾ ഇപ്പോഴും 2 അടി അകലം പാലിച്ച് കൈ ആരെങ്കിലും വന്ന് തൊട്ടാൽ ഉടനെ സോപ്പ് വെള്ളം കൊണ്ട് കഴുകി, പിന്നെ അത് പോരായിട്ട് സാനിറ്റൈസർ ഇട്ട് കഴുകി, വീണ്ടും പോരായിട്ട് ടിഷ്യൂ കൊണ്ട് തുടച്ച്, എന്നിട്ട് വീണ്ടും ഗ്ലൗസിനകത്ത് കൈ കയറ്റി നടക്കുന്ന നമ്മൾ. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യാ? മാസ്കിന് 1-ന് 2 വെക്കുന്നത്, മാസ്കിന് 1-ന് പകരം 2 വെക്കുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ സർവ്വത സൂക്ഷിക്കുന്നു. എന്നാൽ ഒരു തുള്ളി സോപ്പ് വെള്ളം കൊണ്ട് പ്രതിരോധിക്കാൻ കഴിയുന്നു. ഈ കാണാൻ പറ്റാത്ത ചെറിയൊരു വൈറസിനെ കൊണ്ട് ഇളക്കി വിട്ടപ്പോ ലോകം മുഴുവനും വിറങ്ങലിച്ചു പോയി. ഈ ഒരു സാഹചര്യം ഉണ്ടാകുന്ന നമുക്ക് എന്ത് ഖുദ്റത്തുണ്ടെന്നായി പറയുന്നേ? നമുക്ക് എന്ത് കഴിവുണ്ടെന്നാ? നമുക്ക് ബലഹീനതയല്ലാതെ വേറെ എന്താ ഉള്ളത്?